കാനഡയിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരി ഉള്ള ഒരു ഡൗട്ടാണ് ഈ പറഞ്ഞ ഒരു അക്കോമഡേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത്. ഇവിടുത്തെ ഒരു റെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഷെയറിങ് അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂം, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ അക്കോമഡേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റൂമിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒരു 350 തൊട്ട് 400 കനേഡിയൻ ഡോളർ. ഹായ് ഗായ്സ്. ഹായ്. അപ്പൊ അതാ നല്ലൊരു ഈവനിങ് ആണ്. വിന്റർ ഒക്കെ ഏകദേശം കഴിഞ്ഞു വരുന്നു. അപ്പം നല്ലൊരു ഈവനിങ്, നല്ല ചെറിയൊരു തണുത്ത കാറ്റും, വലിയ തണുപ്പൊന്നും ഇല്ല, എന്നാലും നമ്മൾ ജാക്കറ്റ് എടുക്കാതെ പുറത്തിറങ്ങൂല. സ്കൈയൊക്കെ നല്ല ബ്ലൂ ആയി, കണ്ടില്ലേ? സ്കൈയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്തിറങ്ങി നടന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാന്ന് കരുതി ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ കാനഡയിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരി ഉള്ള ഒരു ഡൗട്ടാണ് ഈ പറഞ്ഞ ഒരു അക്കോമഡേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത്. അതായത് നല്ലൊരു അക്കോമഡേഷൻ. ഇപ്പൊ കാനഡയിൽ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ അക്കോമഡേഷന്റെ കേസിലാണ്. ഈവൻ ഞാൻ വന്നപ്പോൾ പോലും എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. നാട്ടിൽ നിന്ന് ഞാനൊരു അക്കോമഡേഷൻ സെറ്റ് ചെയ്താണ് വന്നത്, പക്ഷെ കാനഡ വന്നപ്പോൾ അതെനിക്ക് പറ്റിയ അക്കോമഡേഷൻ അല്ലായിരുന്നു. അതായത് ഒരു ഒരു തല എണ്ണിയാണ് അവർ പറഞ്ഞത്, തലയ്ക്ക് $400 ആണ്. അപ്പം ആൾറെഡി ആ അപ്പാർട്ട്മെന്റിൽ 7 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2 പേർ ഉൾപ്പെടെ 9 പേർക്ക് ഒരാൾക്ക് $400 വെച്ചാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പൊ ആ അപ്പാർട്ട്മെന്റിൽ ഞാൻ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റുന്നതല്ല, കാരണം പഠിക്കാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളവരായിരിക്കാം. ഇപ്പൊ കാനഡയിലുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ പുതുതായിട്ട് ഇനി കാനഡയിലേക്ക് വരുമ്പോൾ എങ്ങനെ പുതിയൊരു അക്കോമഡേഷൻ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കയറി കാണുക. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം എന്ന് പറയുന്നതാണ്. 1-2 വേസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് കിജിജി, അതാണ് ഇവിടെ മെയിൻ ആയിട്ടും. പിന്നെ മാർക്കറ്റ് പ്ലേസ്. ഈ 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ബേസ്മെന്റ് അല്ലെങ്കിൽ ഹൗസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് നിങ്ങൾക്ക് കാറ്റഗറി ബേസിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു $350 ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ റൂം വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഈ പറഞ്ഞ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 ആപ്ലിക്കേഷനും, ഒന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ്, ഒന്ന് കിജിജി. ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് അനുസരിച്ചുള്ള അക്കോമഡേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇവൻ PR കിട്ടിയിട്ട് ആണെങ്കിലും നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്, ഏത് പ്രൊവിൻസിലേക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. വാട്സ്ആപ്പ് ഇഷ്ടംപോലെ ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കോൺടാക്ട് കിട്ടി കഴിഞ്ഞാൽ മതി. പിന്നെ പല ഗ്രൂപ്പുകളിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്തെങ്കിൽ ഏജൻസിക്ക് ചോദിക്കുക. ഏജൻസിക്ക് ഇവിടെ കുറെ ടൈപ്സ് ഉണ്ട്. അപ്പൊ അവർ ഏതെങ്കിലും അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നല്ല വെയിലുണ്ടല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടുത്തെ ഒരു റെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ നോർമലി റെന്റ് എത്ര ആയിരിക്കും. ഇപ്പം അതിന് മേളിലാണ് നിങ്ങൾ ഇപ്പം സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഇത് ഒരു അഫോർഡബിൾ റെന്റ് അല്ല. ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ലണ്ടൻ ഒണ്ടാരിയോയിലാണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് കാനഡ, ഇപ്പം വേറെ പ്രൊവിൻസ്, ഇപ്പം ബ്രിട്ടീഷ് കൊളംബിയ, വാൻകോവർ, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലൊക്കെ റെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഒണ്ടാരിയിൽ ഒരു കോമൺ റെന്റ് ഉണ്ട്, ഒരു എല്ലായിടത്തും അതിൽ $100-150 ഒരു ആവറേജ് റെന്റ് ഉണ്ട്. ആ റെന്റാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് 2 BHK-ലാണ്. 2 BHK എന്ന് പറയുമ്പോൾ 2 ബെഡ്റൂം കാണും, പിന്നെ ഒരു ലിവിംഗ് റൂം, ഒരു വാഷ്റൂം, ജസ്റ്റ് ഒരു ബാൽക്കണി. അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു ബാൽക്കണി കാണും. അപ്പൊ ഇത്രയും കൂടെ നമ്മൾ കൊടുക്കുന്നത് $1450 കനേഡിയൻ ഡോളറാണ്. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് സെപ്പറേറ്റ് ഫീ ആണ്. ഇപ്പം പുറത്തെ ഔട്ട്സൈഡ് പാർക്കിംഗ് ആണെങ്കിൽ ഒരു $45 കനേഡിയൻ ഡോളറും, ഇപ്പം ഇൻസൈഡ് ആണെങ്കിൽ ഒരു 60 ഒക്കെ വരുന്നുണ്ട്. അത് ഡിപ്പെൻസ്, ഏരിയ അനുസരിച്ച് മാറും. ഈ അപ്പാർട്ട്മെന്റ് ആരാണോ റൺ ചെയ്യുന്നത് അവരുടെ ഒരു മാനേജ്മെന്റ് അനുസരിച്ച് ഇത് മാറിയും കുറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങളൊരു സിംഗിൾ BHK അപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ഫാമിലിയാണ് സിംഗിൾ BHK ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ഇപ്പൊ നിലവിൽ ഒരു 1350 തൊട്ട് ചിലയിടത്തൊക്കെ 1250 കിട്ടും. 1250 തൊട്ട് 1400 വരെ നോക്കിക്കോ. അപ്പൊ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒറ്റ ഒരു റൂം ആയിരിക്കും. ഗൾഫിലൊക്കെ താമസിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. പുതുതായിട്ട് വരുന്നവർക്കൊന്നും അത്ര വലിയ പരിചയമില്ല. എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി അറിഞ്ഞത്. അതായത് ബാത്റൂമും കിച്ചണും എല്ലാം ഒരു റൂം ആയിരിക്കും. എല്ലാം ഒരു ബാത്റൂം മാത്രം സെപ്പറേറ്റ് മാറിയിരിക്കും. ബാക്കി എല്ലാം ഒരു ഫുൾ റൂം, വലിയൊരു റൂം ആയിരിക്കും. ഒരു ഫാമിലിക്ക്, ഒരു സിംഗിൾ ഫാമിലിക്ക് പറ്റും. അത് ഏകദേശം ഒരു $1000 തൊട്ട് 1100 വരെ
കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഈ വീടാണെങ്കിലോ ഇപ്പൊ ഒരുപാട് പേര് ഷെയർ ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡ് എത്ര വരുമായിരിക്കും? ഇപ്പൊ നിങ്ങൾ ഷെയറിങ്, ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഫാമിലിയെ കൊണ്ടുവരുന്നില്ല, നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾ നോർമലി ഷെയറിംഗ് അക്കോമഡേഷൻ ആയിരിക്കും നോക്കുന്നത്. ഷെയറിംഗ് ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് ഷെയറിംഗ് ആയിരുന്നു നോക്കിയത്. അപ്പൊ എനിക്ക് കൊടുക്കേണ്ട വന്ന ഒരു $350 അപ്പൊ എത്ര പേര് കാണും ഒരു വീട്ടിൽ? ഞാൻ താമസ റൂമിൽ ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പം അതിൽ യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡ് ആയിരുന്നു. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? വൈഫൈ വരും, പിന്നെ ഹൈഡ്രോ, പിന്നെ ലൈറ്റ്. ഹൈഡ്രോ തന്നെയാണ് ഇവിടെ. ഹൈഡ്രോ ആണ് ഇലക്ട്രിസിറ്റി. അതാണ് എപ്പോഴും എനിക്ക് തെറ്റിപ്പോകും. ഇവിടെ ഹൈഡ്രോ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കേട്ടോ. നമ്മൾ നോർമലി ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവിടെ വാട്ടറിനും ഇലക്ട്രിസിറ്റി, അതായത് കറണ്ടിന് ഇവിടെ ഹൈഡ്രോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് വൈഫൈയുടെ ബില്ല്, പിന്നെ ലോണ്ടറി, പിന്നെ ഹൈഡ്രോ, വാട്ടർ, ഇത്രയാണ് യൂട്ടിലിറ്റീസ് നമ്മൾ നോർമലി പറയുന്നത്. അപ്പൊ ഇത്രയും ഇൻക്ലൂഡഡ് ആണ് ഞാൻ താമസ സമയത്ത്. അപ്പൊ വീട് എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പൊ ഹൗസ് ഓണർ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും. വൈഫൈ ഉൾപ്പെടെ അവർ സെറ്റ് ചെയ്ത് തരും, നമ്മളൊന്നും ചേരേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് ഞാൻ വീട്ടിൽ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പം വീട് നല്ല രസമായിട്ട് താമസിക്കാൻ. അപ്പം വീട്ടിലാണെങ്കിൽ $350 ആണ് വന്നോണ്ടിരുന്നത്. അതൊരു 400 വരെ പോകാം ഷെയറിംഗിലാണെങ്കിൽ. അപ്പൊ വീട്ടിൽ പോയി 10 പേര് 20 പേരൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ റൂമിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒരു $350 തൊട്ട് $400 ഇൻക്ലൂഡിംഗ് യൂട്ടിലിറ്റീസ് ആണ് ഒരു നോർമൽ റേഞ്ച് വരുന്നത്. അപ്പൊ വലിയ സ്പേസ് ഉള്ള റൂമും വല്ല ഭയങ്കര എനിക്കവിടെ ജിമ്മുള്ള റൂമുണ്ടോ ഈ വീടുണ്ടോ എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും വലിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 400-450 വരാം. പിന്നെ നോർമലി നിങ്ങൾ ഇപ്പൊ പറയാണ് എനിക്ക് സിംഗിൾ ഷെയറിംഗ് വേണ്ട, എനിക്കൊരു സിംഗിൾ റൂം വേണം, സെപ്പറേറ്റ് റൂമായിട്ട് വേണം. അപ്പൊ ഞാൻ താമസിച്ച വീട്ടിലും അങ്ങനെ ഒരു പയ്യൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് $650 കൊടുത്തിട്ടുണ്ട്. 650 തൊട്ട് 700 വരെയാണ് നിങ്ങൾ ഒരു സിംഗിൾ റൂമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ കാനഡയിൽ കൊടുക്കേണ്ട പൈസ. ഇവൻ ഒണ്ടാരിയോ ലണ്ടനിൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് അതൊരു $50 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് മേളിലൊന്നും പോകില്ല. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയാണ് ഒരു സിംഗിൾ റൂം ഉണ്ട്, അടിപൊളിയാണ്, $1000 ആണെന്ന് പറഞ്ഞാൽ അതൊന്നും എടുക്കരുത്. അത് സ്കാമാണ്. കാരണം അത്രയൊന്നും പോകില്ല. ഒരു 650 ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. അപ്പൊ $1000 നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ 1300 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 1 BHK അപ്പാർട്ട്മെന്റ് കിട്ടൂടെ. അപ്പൊ പിന്നെ ഒരു ഫുൾ അപ്പാർട്ട്മെന്റ് കിച്ചൺ എല്ലാം കൂടെ ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നപ്പോൾ $400 പറഞ്ഞത്. അപ്പൊ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ സിംഗിൾ BHK ആയിരുന്നു. 400 പേര് വെച്ച് 9 എത്രയായി? 9 $36,000 ആയി. അത് ഭയങ്കര കൂടുതലാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഒരു 1 BHK $3,600 നിങ്ങൾക്ക് ഒരു വീട് കിട്ടും. ഗ്യാരേജ് ഉള്ള അടിപൊളി വീട് ഇവിടെ കിട്ടും. സൂപ്പർ ആയിട്ട് കിട്ടും. ഒരു 3 നിലയും ഉള്ള ഒരു അടിപൊളി വീട് കിട്ടും. ഞങ്ങളുടെ വീട്, ഞാൻ താമസിച്ച വീട് ടോട്ടൽ റെന്റ് തന്നെ എനിക്ക് $2,800 അങ്ങനെ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ അപ്പൊ ഫാമിലി, ഇപ്പൊ 2 ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഒരു ഫുൾ വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു $2,800-3,000 നിങ്ങൾക്ക് അടിപൊളി വീട് കിട്ടും. ഇവൻ ഗ്യാരേജ് ഉണ്ടായിരിക്കും, 3 പാർക്കിംഗ് സ്പേസ് കാണും, ഒരു ബാക്ക് യാർഡ് കാണും, ബേസ്മെന്റ് കാണും. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ ഇനിയിപ്പോ ബേസ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു സിംഗിൾ BHK ബേസ്മെന്റ് ആണ് നോക്കുന്നത് വെച്ചോ. ബേസ്മെന്റ് ഇപ്പൊ സിംഗിളും ഡബിൾ ഒക്കെ ഉണ്ട്. നിങ്ങൾ ബേസ്മെന്റ് ആണ് നോക്കുന്നെങ്കിൽ ഒരു 1500 റേഞ്ചിലായിരിക്കും ബേസ്മെന്റ്. ഇപ്പൊ സെപ്പറേറ്റ് എൻട്രൻസ്, സെപ്പറേറ്റ് കിച്ചൺ, സെപ്പറേറ്റ് ഫ്രിഡ്ജ് ഒക്കെ ഉള്ള ബേസ്മെന്റ് കാണും. അതൊക്കെ ആണെങ്കിൽ 1500 റേഞ്ചിലൊക്കെ ആയിരിക്കും. നമ്മൾ എല്ലാം സെപ്പറേറ്റ് ഉണ്ടോ നോക്കണം നിങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1500 റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് പൊതുവെ ബേസ്മെന്റിനോട് വലിയ താല്പര്യമില്ല. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിക്കടിയിലായിരിക്കുമല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വിന്ററിൽ ഭയങ്കര സീനായിരിക്കും. നമുക്ക് സൂര്യപ്രകാശം ഒന്നും കിട്ടത്തില്ല. ഇവൻ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് 20ാമത്തെ നിലയിലാണ്. എന്നിട്ട് പോലും വിന്ററിൽ നമുക്ക് ഒരുമാതിരി ഒരു മൂടൽ മഞ്ഞ് പോലത്തെ ഒരു അവസ്ഥയാണ്. വലിയ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ വെയിൽ കാണുമ്പോൾ ഇവിടെ ഭയങ്കര ത്വരയാണ് പുറത്തിറങ്ങി നടക്കാനാണെങ്കിലും. സത്യം പറയാലോ, നാട്ടിൽ നമ്മളിങ്ങനെ, നാട്ടിൽ ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വിന്റർ ഒരു 6 മാസത്തോളം നമ്മളൊരുമാതിരി ഡിപ്രഷൻ, അങ്ങനെ 3 പേർക്ക് സംഭവിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ ഡിപ്രഷൻ ആയിട്ടുള്ളവർ. കാരണം സൂര്യനൊന്നും അധികം കാണാൻ പറ്റത്തില്ല. ഇവൻ ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല. ഇവൻ സസ്കാശോൻ അങ്ങനെയുള്ള നല്ല കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇതൊക്കെയാണ് അക്കോമഡേഷൻ കേസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. എന്തെങ്കിലും കോൺടാക്ട്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് തരാം. ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരാം. പബ്ലിക്കലി നമുക്ക് ചാറ്റിൽ ഒരാളെ കോൺടാക്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നോർമലി നമ്മൾ ഇവിടെ വരുമ്പോൾ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ബേസ്മെന്റ്, ഷെയറിങ് അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂം, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ അക്കോമഡേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മളൊരു ആവറേജ് ഇവിടുത്തെ ഒരു പിക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. പിന്നെ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് പറയുകയാണ്. അവിടെ ഒരാള് ഡാൻസ് കളിക്കുന്നത് കാണിക്കാം. ആരാന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്നു. ഫോണിൽ റെക്കോർഡ് ചെയ്യുക ആണോ? ഓക്കെ, നമുക്ക് ഞങ്ങളെ കാണിച്ചു തരാം ഡാൻസ് കളിക്കുന്ന പുള്ളിക്കാരൻ. അതുകൊണ്ട് കണ്ട കൈസ് ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടോ? അങ്ങോട്ട് പോകാൻ വയ്യാത്തതാണ് നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നത്. പുള്ളി ഫോണിൽ റെക്കോർഡ് ചെയ്യാണ്. റീൽസ് ഒന്നും എടുക്കണം. ഫോണോട് ഇരിപ്പുണ്ട്, പുള്ളി റെക്കോർഡ് ചെയ്യാണ്. പക്ഷെ എന്താ അല്ലേ,
പുള്ളി ആരും ശല്യം ചെയ്യൂല, പുള്ളിയുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത് കണ്ടാൽ പോലും പ്രശ്നമായിരിക്കും. പുള്ളിയുടെ ഫേസ് കാണാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇതാണ് ക്യാനഡയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആരെന്ത് ചെയ്താലും ആരും അവരുടെ കാര്യം നോക്കി പോകത്തേ ഉള്ളൂ, ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും വരില്ല. പുള്ളി എന്ത് ഹാപ്പി ആയിട്ടാണ് അവിടെ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇപ്പം ചെറുതായിട്ട് തണുപ്പും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ Stay tuned. Bye. ബൈ.